പാക് പ്രകോപനത്തിന് വീണ്ടും ഇന്ത്യയുടെ കനത്ത പ്രകരം. അതിർത്തി സംസ്ഥാനങ്ങളിൽ പാക് സേന നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾ ചെറുത്തിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യൻ സേനയുടെ പ്രത്യാക്രമണം ഉണ്ടായി. പാക് തലസ്ഥാന ഇസ്ലാമാബാദ് അടക്കം പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ ആകാശമാർഗം വഴി ആക്രമിച്ചു. വ്യോമാക്രമണമാണ് ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ, എന്തെങ്കിലും പുതിയതായുള്ള അപ്ഡേറ്റ്സ് ഇക്കാര്യത്തിൽ എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ഇന്ത്യൻ ആർമിയുടെ പുതിയ ഒരു റിലീസ്, ഒരു ട്വീറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ആർമി ഡൽഹിയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. ചെറിയൊരു സാങ്കേതിക പ്രശ്നം ശബ്ദത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് രാവിലെ 9 മണിക്ക് സുരക്ഷാ നടപടികൾ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ 9 മണിക്കല്ല, സുരക്ഷാ നടപടികൾ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ വീണ്ടും ചേരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ, താങ്കളുടെ ശബ്ദം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു, പറയൂ. ഇന്ത്യൻ ആർമിയുടെ പുതിയൊരു റിലീസ് വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ആർമി ഒരു ചെറിയ വിശദീകരണം, അത് ദീർഘമായൊരു കുറിപ്പല്ല, എന്നാൽ പോലും ഇന്ത്യൻ ആർമി പറയുന്നത് പാകിസ്ഥാൻ ആംഡ് ഫോഴ്സസ് ലോഞ്ച്ഡ് മൾട്ടിപ്പിൾ അറ്റാക്സ് യൂസിംഗ് ഡ്രോൺസ് ആൻഡ് അതർ മറ്റു ആയുധങ്ങൾ ഉപയോഗിച്ച്, ഡ്രോണുകളും മറ്റു ആയുധങ്ങളും ഉപയോഗിച്ച് പാകിസ്ഥാൻ പലയിടത്തായി ആക്രമണം നടത്തി. അത് ഈ വെസ്റ്റേൺ ബോർഡർ, നമ്മുടെ ഈ പടിഞ്ഞാറൻ അതിർത്തി മേഖലയിലാകെ ഈ ആക്രമണം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ആണ് ഈ ആക്രമണം നടത്തിയത്. മാത്രമല്ല പാകിസ്ഥാൻ സേന പലയിടത്തും സീസ് ഫയർ വയലേഷൻ, വെടിനിർത്തൽ കരാർ വ്യാപകമായി തന്നെ ലംഘിച്ചു. ഈ ഡ്രോണുകളൊക്കെ തന്നെ നമ്മൾ എഫക്റ്റീവായി അതിനെ വെടിവെച്ചിടാൻ നമുക്ക് കഴിഞ്ഞു. ഈ സീസ് ഫയർ വയലേഷന് അത് അർഹിക്കുന്ന മറുപടി നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഇതോടൊപ്പം ഒരു വീഡിയോ കൂടി ഈ പോസ്റ്റിനൊപ്പം ആർമി നൽകിയിട്ടുണ്ട്. മനസ്സിലാക്കുന്ന ഒരു ഡ്രോൺ വെടിവെച്ചിടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ദൃശ്യവും അടക്കം പാകിസ്ഥാൻ ഇന്നലെ നടത്തിയ ആക്രമണം, അതിന് ഇന്ത്യ കൊടുത്ത മറുപടി ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു വിശദീകരണം മാത്രമാണ് സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും. ഏതായാലും ഇന്ത്യ കൊടുത്ത മറുപടിയുടെ ഒരു ചെറിയ തെളിവ് കൂടി ഈ പോസ്റ്റിനൊപ്പം നൽകിയിട്ടുണ്ട്. ഒരു ഡ്രോണിനെ വെടിവെച്ചിടുന്ന ദൃശ്യമാണ് ഇന്ത്യൻ ആർമി ഇതോടൊപ്പം നൽകിയത്. ഈ ഓപ്പറേഷനും യഥാർത്ഥത്തിൽ സിന്ദൂർ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് 2 ദിവസം മുമ്പ് നടത്തിയ സിന്ദൂർ ഓപ്പറേഷൻ, അത് ഇന്ത്യ അവസാനിപ്പിച്ചിട്ടില്ല, അത് തുടരും എന്ന് സർവകക്ഷി യോഗത്തിൽ പ്രതിരോധ മന്ത്രി പറഞ്ഞതാണ്. അത് ഇന്ത്യ തുടരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നടത്തിയ ഓപ്പറേഷനെയും സിന്ദൂർ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് പാകിസ്ഥാന് അവർ ചെയ്തു കൂട്ടുന്ന, അവർ ഉയർത്തുന്ന പ്രകോപനത്തിന് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കും എന്ന് കഴിഞ്ഞ ദിവസം വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞത് അതേ കണക്കിന് തന്നെ ഇന്ത്യൻ സേന നടപ്പാക്കുന്നു. പാകിസ്ഥാനെ ഇന്നലെ നടത്തിയ പ്രകോപനത്തിന് ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നത് തെളിവ് സഹിതം ഇന്ത്യൻ ആർമി ഇപ്പോൾ അറിയിക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് BLAയുടെ പ്രതിസന്ധി, BLA പോരാളികൾ ഒരു ഭാഗത്ത് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയായിരുന്നു. നിങ്ങൾ അയക്കുന്ന ഒരുപാട് കമൻറ്റുകൾ ഞാൻ കാണുന്നു. ചില കമൻറ്റുകളൊക്കെ എനിക്കറിയാം നമ്മുടെ ദേശാഭിമാനവും ഒക്കെ തുളുമ്പുന്ന കമൻറ്റുകൾ തന്നെയാണ്. എന്നാൽ അതൊരു വാർത്താ ചാനൽ എന്നുള്ള നിലയിൽ നമുക്ക് ചിലതൊക്കെ സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. മാത്രമല്ല, ഇത്തരം പ്രചാരണങ്ങൾ ഒരു ഉത്തരവാദപ്പെട്ട മാധ്യമത്തിന് പ്രചരിപ്പിക്കാൻ കഴിയില്ല. ശ്രീജിത്ത് പറയുന്നു, പാക് അധീന കാശ്മീർ പിടിച്ചെടുത്ത് ഇന്ത്യയുടെ അതിർത്തി മുഴുവൻ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ഒരു സ്വപ്നം പോലെ ഉള്ള കാര്യമാണ്. പക്ഷേ നമ്മളൊരിക്കലും ഒരു കൂട്ടിച്ചേർക്കൽ, ചൈനയൊക്കെ ചെയ്യുന്ന പോലെ ഈ അനക്സേഷൻ തിയറിയിൽ വിശ്വസിക്കാത്ത രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ യുക്രൈനിലൊക്കെ റഷ്യ ചെയ്തതുപോലെ നമുക്കൊരു രാജ്യത്തേക്ക് ആക്രമിച്ച് കയറി ആ രാജ്യത്തിൻ്റെ പ്രദേശങ്ങൾ ഇന്ത്യയുടെ കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ നയമല്ല. ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അയൽവാസികളുമായി കഴിയുക എന്നുള്ള ചേരിചേരാ നയത്തിൻ്റെ പിന്മുറക്കാരാണ് ഇന്ത്യ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇതൊക്കെ കമൻ്റായിട്ട് പറയാം. പക്ഷേ ഒരു വാർത്താ ചാനൽ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്, നമുക്ക് എന്ത് സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല എന്നത് പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടി. ഏറ്റവും അവസാനം പാകിസ്ഥാനിൽ ആഭ്യന്തരമായി പാകിസ്ഥാൻ ഒരു കലാപത്തിൻ്റെ മുനമ്പിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷത്തിനെയൊക്കെ പിടിച്ച് ജയിലിലിട്ട ഭരണപക്ഷത്തിന് അവരുടെ ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്നു. ഇസ്ലാമാബാദിലൊക്കെ തന്നെ ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാഹചര്യമുണ്ടെന്ന വിവരം വരുന്നു. ഇപ്പോൾ കൂടുതൽ പ്രതികരണവുമായി നമുക്കൊപ്പം ദിലീപ് കുമാർ ചേരുന്നു. ദിലീപ്, അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതികരണത്തോടൊപ്പം പാകിസ്ഥാൻ്റെ ഉള്ളിലും കലാപം പുകഞ്ഞു നീറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ പാകിസ്ഥാനിലും വലിയ ആഭ്യന്തര സംഘർഷമാണ്. പാകിസ്ഥാൻ ഭരണാധികാരികളും പാകിസ്ഥാൻ സൈനിക മേധാവിയും തമ്മിലുള്ള ബന്ധം പോലും വഷളാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. റാവൽപിണ്ടിയിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടിയുടെ പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചകളാണുള്ളത്. അവിടെ റാവൽപിണ്ടിയിലെ ജയിലിലാണ്
മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ തടവിലിട്ടിട്ടുള്ളത്. ഇമ്രാൻഖാൻ്റെ ജീവന് തന്നെ അപകടമാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ അവസരം ഉപയോഗിച്ച് ഒരുപക്ഷെ ഇമ്രാൻഖാനെ വധിച്ചേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ടെന്നും പാകിസ്ഥാനിലെ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി നേതാക്കൾ പറയുന്നുണ്ട്. അവർ ഈ നേരത്തെ 2023 വലിയ പ്രക്ഷോഭം നടന്നിരുന്നതാണ്. അതിനെ തുടർന്നാണ് ഇമ്രാൻഖാനെ ജയിലിലടച്ചത്. ഇപ്പോൾ വീണ്ടും അവിടുത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യയിൽ നിന്ന് വലിയ തിരിച്ചടി നേരിടുന്നതിൻ്റെ അതിലുള്ള അവരുടെ പാകിസ്ഥാൻ ജനത നേരിടുന്ന ആത്മസംഘർഷമൊക്കെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിൽ തന്നെ ആ കാഴ്ചകൾ കണ്ടതാണ്. അവിടുത്തെ MP താഹിർ ഇക്ബാൽ പൊട്ടിക്കരയുന്ന രംഗം, അള്ളാഹുവിന് മാത്രമേ ഇനി ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്ന തരത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗം പാകിസ്ഥാൻ ഭരണാധികാരികളിൽ അവിടുത്തെ ജനതയ്ക്ക് എത്രത്തോളം അവിശ്വാസം ഉണ്ടാകുന്നു എന്നതിൻ്റെ തെളിവാണ്. മാത്രമല്ല ചില രാഷ്ട്രീയ മോഹങ്ങൾ വെച്ചുകൊണ്ടാണ് പാകിസ്ഥാനിലെ സേനാ മേധാവി ജനറൽ അസിം മുനീർ പ്രവർത്തിക്കുന്നത് എന്ന ആരോപണവും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട്. ജനാധിപത്യത്തെ പൂർണ്ണമായും ചവിട്ടിമെതിച്ചുകൊണ്ട് ഒരു സൈനിക ഭരണത്തിന്, പട്ടാള ഭരണത്തിനാണ് അതിനാണ് അസീം മുനീർ ലക്ഷ്യമിടുന്നത്. ഒരു അധികാരമോഹിയാണ് അസീം മുനീർ. അതുകൊണ്ടാണ് ഒരു ചിന്തയും ഒരു വീണ്ടുവിചാരവും കൂടാതെ ഇന്ത്യക്കെതിരായ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുക, ഈ ഭീകരവാദികൾക്ക് പ്രോത്സാഹനം നൽകുക, പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെ ആസൂത്രണം ചെയ്യുക എന്നത് ഈ അസിം മുനീറിൻ്റെ തലയിൽ ഉരുത്തിരിഞ്ഞ ആശയമാണെന്നാണ് പാകിസ്ഥാനിലെ ജനാധിപത്യവാദികളായ നേതാക്കളൊക്കെ പറയുന്നത്. അത് നേരത്തെ ISIയുടെ മേധാവിയായിരുന്നു ഈ അസീം മുനീർ. ISI മേധാവിയായിരിക്കുമ്പോഴാണ് പുൽവാമ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അങ്ങനെ ആ നിലയിലുള്ള ഭീകരാക്രമണത്തിലൂടെ ഇന്ത്യക്ക് തിരിച്ചടി നൽകാം, അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിച്ച് പരാജയപ്പെടുത്താം എന്നൊക്കെയുള്ള വ്യാമോഹത്തിൽ, അങ്ങനെയുള്ള ദിവാസ്വപ്നത്തിൽ കഴിയുന്നയാളാണ് അസീം മുനീർ. അതുകൊണ്ട് അസീം മുനീറിനെ മാറ്റണം എന്ന ആവശ്യവും വളരെ ശക്തമായി ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി പാകിസ്ഥാൻ നേരിടുന്ന വലിയ തിരിച്ചടി, ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന തിരിച്ചടി, ആ തിരിച്ചടിയൊക്കെ ഈ അസീം മുനീറിനെ മാറ്റണം എന്ന ആവശ്യം വളരെ ശക്തമാവുകയാണ്. ഇന്നലെ അസീം മുനീറിനെ കസ്റ്റഡിയിലെടുത്തു എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും അതിനൊന്നും ഒരു സ്ഥിരീകരണമില്ല. പക്ഷേ അസീം മുനീറിനെതിരെ വലിയ തോതിൽ അവിടുത്തെ ജനരോഷം ഉയരുന്നുണ്ട്. പാകിസ്ഥാൻ ഭരണാധികാരികൾക്ക് വലിയ അതൃപ്തിയുണ്ട്. ഇപ്പോൾ ഇന്ത്യയോട് പോയി ഇത്തരത്തിലൊരു തിരിച്ചടി നേരിടേണ്ടി വരുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അസീം മുനീറിൻ്റെ രാഷ്ട്രീയ മോഹങ്ങളാണ് എന്ന കാര്യവും അവിടുത്തെ നേതാക്കൾ പറയുന്നുണ്ട്. SKN ബി ദിലീപ് കുമാറാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിർത്തിയിലൊക്കെ തന്നെ വല്ലാത്ത സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണ്. ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ അവിടെയൊക്കെ താമസിക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ എങ്ങനെയാണ് ഞങ്ങൾ ഇതിന് വല്ലാത്ത ഭയം, പേടി എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പേടി വേണം, അതേസമയം നമുക്ക് ആത്മധൈര്യം കൈവിടേണ്ട സാഹചര്യമൊന്നുമില്ല. എല്ലാ സുരക്ഷാ കവറും നമ്മുടെ സൈന്യം ഒരുക്കുന്നുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. പക്ഷേ ബുദ്ധിപൂർവ്വം നമ്മൾ പ്രവർത്തിക്കണം. ഇതൊരു സാധാരണ നോർമൽ സിറ്റുവേഷൻ അല്ല എന്ന് പ്രത്യേകിച്ചും അതിർത്തി പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന നമ്മുടെ ആളുകൾ മനസ്സിലാക്കുക.